പുതിയ ട്രാഫിക് പരിഷ്കാരം ഗതാഗതക്കുരുക്ക് ഒഴിയാതെ പുക്കാട്ടുപടി പൈപ്പ് ലൈൻ റോഡ്. ദിവസങ്ങളായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് യാതൊരു ശമനവുമില്ല. ഇടപ്പള്ളി, കുസാറ്റ്, പുക്കാട്ടുപടി, പാലാരിവട്ടം എന്നീ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മറ്റു ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. റോഡിന്റെ മധ്യത്തിൽ റിബൺ വലിച്ചു കെട്ടിയതാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ബ്ലോക്ക് കുറഞ്ഞെന്ന് പറയാൻ പറ്റൂല. ബ്ലോക്ക് ഉണ്ട്, നിലവിലെ ബ്ലോക്ക് ഉണ്ട്, വണ്ടി ഇടിക്കലുണ്ട്, ഡെയിലി വണ്ടി ഇടിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ റോഡിന് വീതി വിടണം, ആ മരം വെട്ടണം, റോഡിൽ ടാർ ചെയ്യണം. അല്ലാതെ വെറുതെ ഇതാക്കിയാൽ ഡെയിലി വണ്ടി ഇടിക്കാം. പിന്നെ ഞാൻ കൂടി വണ്ടി ഇടിച്ച ഒരു പയ്യൻ മൂക്കിന്ന് ചോരയൊക്കെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി, ഞങ്ങളെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് വീതി കൂട്ടിയാലാണ് ഇത് പരിഷ്കാരം വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ബ്ലോക്കിന് ഒരു കുറവില്ല. ബ്ലോക്കൊക്കെ നിലവിലുണ്ട്. യൂട്ടേൺ എടുക്കാൻ ഭയങ്കര പാടാ. വണ്ടി സ്കൂട്ടറാരെ ഇടിച്ചിട്ടിട്ടാണ് പോണ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇത് റോഡിന് വീതി കൂട്ടണം. റോഡിന് വീതി കൂട്ടാതെ പരിഷ്കാരം വിജയിച്ചു എന്ന് പറയാൻ പറ്റൂല. ട്രാഫിക് നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടും പല സമയങ്ങളിലും വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പൈപ്പ് ലൈൻ റോഡിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ ഗതാഗതക്കുരുക്കിൽ വലയുന്നു. വീതി കുറവുള്ള ഇവിടം റിബൺ വലിച്ചു കെട്ടിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ റിബൺ വലിച്ചു പൊട്ടിച്ച് അലക്ഷ്യമായി കിടക്കുന്നതും വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വാഹനങ്ങൾ തിരിച്ചുവിടാൻ മറ്റു വഴികളില്ലാത്തത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആംബുലൻസും ഫയർഫോഴ്സും ഏറെ നേരം വഴിയിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. റിബൺ വലിച്ചു കെട്ടിയ അന്നു മുതൽ എല്ലാ ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നുവെന്ന് കച്ചവടക്കാരും ഡ്രൈവർമാരും നാട്ടുകാരും പറയുന്നു. ചേട്ടാ, ഈ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് ഗുണകരമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദ്രോഹമാണ്? ദോഷമാണ്. ഗുണം എവിടെ? ആർക്കും ഗുണമില്ല. ഇത് എല്ലാവർക്കും ദോഷമാണ്.